വൺ ഡേ ട്രിപ്പിന്റെ പുതിയൊരു ട്രിപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കർണാടക വെസ്റ്റേൺ ഗട്ട്സിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒരു 3 ദിവസം കൊണ്ട് കറങ്ങി വരുന്ന മൺസൂൺ റോഡ് ട്രിപ്പ്. സൗപർണിക തീരത്ത് സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ദേവിയെ കണ്ട് നമുക്ക് അങ്ങനെ മടങ്ങാൻ കഴിയില്ലല്ലോ. 1300 മീറ്റർ ഉയരത്തിലുള്ള കുടജാദ്രി മല നമ്മൾ അതിസാഹസികമായി കയറി സർവജ്ഞപീഠം കണ്ടു. ശരാവതി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ യാത്ര ചെയ്ത് വേൾഡ് ഫേമസ് ജോഗ് ഫോൾസിന്റെ വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകൾ അനുഭവിച്ചു. യാന കേവ്സും ഗോകർണയിലെ ഓം ബീച്ചും വേൾഡിലെ 3ാമത്തെ ടോളസ്റ്റ് ശിവ സ്റ്റാച്യു ഉള്ള ശിവ ടെമ്പിളും ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന അഗുംബയും പിന്നീട് കുറച്ച് ഫുഡ് വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി റോഡ് യാത്ര. എപ്പിസോഡ് 1 നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലെ പല ജില്ലകളുടെയും ക്രോസ് ചെയ്ത് കർണാടകത്തിലെ ഉടുപ്പിയിലെത്തുന്ന മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ്. വണ്ടർ ട്രിപ്പിന്റെ പുതിയൊരു ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 3:30 സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആലുവ സിഗ്നൽ എത്തുമ്പോഴത്തേക്കും ചെറുതായി മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഈ ഒരു ട്രിപ്പ് നമ്മൾ പോയിരിക്കുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. കേരളത്തിലെ കൊച്ചി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന സമയത്താണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ആദ്യം പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകുന്നത്. കേരളമൊക്കെ ക്രോസ് ചെയ്ത് കർണാടക എത്തുമ്പോൾ കർണാടകയിൽ കേരളത്തിനെക്കാട്ടും മഴയാണെന്നാണ് വാർത്തകളിലൊക്കെ അറിയാൻ പറ്റിയത്. ഈ ഒരു ട്രിപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് മഴയായതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഒട്ടും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി സേലം ഹൈവേ ആയ NH 544 വഴിയാണ്. പാലേക്കര ടോളൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും 4:30 ആയിരുന്നു സമയം. രാവിലെ 4:30 തൃശ്ശൂരെത്തിയ നമ്മൾ പിന്നീട് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30 പൊന്നാനി വെച്ചായിരുന്നു. അതിന് കാരണം തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വഴിയുള്ള യാത്രയായിരുന്നു. അതിന്റെ ഭീകരത മനസ്സിലാക്കണ്ടെങ്കിൽ ഈ ചമറവട്ടം പാലത്തിന്റെ താഴെയോട്ട് ഒഴുകുന്ന വെള്ളത്തിന്റെ ആ ഒരു ശക്തി കണ്ടാൽ തന്നെ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ ശോഭ സിറ്റി ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ റോഡിന്റെ കാര്യം വളരെ മോശമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് പല സ്ഥലങ്ങളിലും റീറൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നു. റീറൂട്ട് ചെയ്ത പല റൂട്ടുകളിലൂടെ നമ്മൾ പോയപ്പോഴൊക്കെ നമ്മൾ ചെന്നെത്തുന്നത് ഏതെങ്കിലും ഒരു വെള്ളക്കെട്ടിലേക്കാണ്. അങ്ങനെ ആകെ കൺഫ്യൂസ് അടിച്ചിരിക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് മുന്നോട്ട് പോവുക, അല്ലെ തിരിച്ച് തൃശ്ശൂരിലേക്ക് പോവുക. അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് 2-3 വണ്ടികളും ലോറിയും മുന്നോട്ട് പോകുന്നത് കണ്ടത്. അവരുടെ പിന്നാലെ തന്നെ നമ്മളും പോകാൻ തീരുമാനിച്ചു, വണ്ടി എടുത്തു. പക്ഷെ നമ്മൾ പോയത് വെള്ളക്കെട്ടിലൂടെയാണ്. ആദ്യമൊക്കെ ചെറിയ ചെറിയ ഹൈറ്റിലാണ് വെള്ളം ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വെള്ളത്തിന്റെ ആഴം കൂടിക്കൂടി വന്നു. ആക്സിലറേഷൻ കാലെടുത്ത വണ്ടി ഓഫാവുന്നുള്ള ഒരു അവസ്ഥ വരെ വന്ന സാഹചര്യത്തിൽ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ആ ഒരു വെള്ളക്കെട്ട് കടന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുകയെന്നായിരുന്നു നമ്മളെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ എങ്ങനെയല്ലോ കുന്നംകുളം എത്തി. കുന്നംകുളത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഗുരുവായൂരേക്ക് പോയി. ഗുരുവായൂർ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു, നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ ട്രിപ്പ് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പൊന്നാനി വെച്ച് നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയത്. നമ്മൾ ഒരു ട്രിപ്പിലും ഇത്രയും കഷ്ടപ്പെട്ട് ഡിസിഷൻ എടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് 5 മണിക്കൂറോളം ഡിലേ വന്നത്. ചമറവട്ടം പാലമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും നല്ലൊരു ഇളം വെയിലൊക്കെ വന്നു തുടങ്ങിയിരുന്നു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഒക്കെ എത്തുമ്പോഴേക്കും നല്ല വെയിൽ വന്നിരുന്നു. ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വയനാട്ടിലേക്കുള്ള റിലീഫ് മെറ്റീരിയലുമായി പോകുന്ന വണ്ടികൾ കാണാനിടയായി. 2 ദിവസം മുന്നേ ജൂലൈ 30 രാവിലെയായിരുന്നു ആ മഹാദുരന്തം സംഭവിച്ചത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചരിമട്ടം, മുണ്ടക്കായ്, ചൂരൽമല, വെള്ളരിമല എന്നീ സ്ഥലങ്ങളിൽ സംഭവിച്ച ലാൻഡ് സ്ലൈഡ് ആ സ്ഥലങ്ങളെയും അവിടുത്തെ മനുഷ്യരെയും ജീവിതം ഇല്ലാണ്ടാക്കി. പ്രകൃതി അങ്ങനെയാണ്. നമ്മൾ സേഫാണെന്ന് വിചാരിക്കുന്ന പല സ്ഥലങ്ങളും ഒട്ടും സേഫ് അല്ല. എന്തും എപ്പോഴും വേണേലും സംഭവിക്കാം. ഇതൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോയി വടകര എത്തുമ്പോഴത്തേക്കും നല്ല മഴ. പക്ഷെ ഇവിടുത്തെ മഴയെക്കാളും പേടിക്കേണ്ടത് ഇവിടുത്തെ റോഡുകളാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് കൊയിലാണ്ടിയിലെ ആനക്കുളത്തിന്റെ തൊട്ടടുത്തുള്ള ജ്യൂസ് കടയിൽ നിന്ന് ഒരു ഇളനീർ ഷേക്ക് കുടിച്ചായിരുന്നു. ഈ ഒരു മഴയത്ത് ഇത്രയും അധികം വണ്ടികൾ ഇവിടെ നിർത്തി ഇളനീർ ഷേക്ക് കുടിക്കണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഇളനീർ ഷേക്കിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഇളനീർ ഷേക്കിന് 50 രൂപയും ഇളനീർ ജ്യൂസിന് 25 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അങ്ങനെ ആ ഷേക്കൊക്കെ കുടിച്ച് ഒരു 10-20 മിനിറ്റോളം യാത്ര ചെയ്തിട്ടാണ് വടകര എത്തിയത്. വടകര ടൗണിലുള്ള റോഡിന്റെ അവസ്ഥയാണിത്.
കുണ്ടും കുഴികളും മാത്രമല്ല, റോഡിലൂടെ ഒലിച്ചു വരുന്ന വെള്ളവും അതിശക്തമാണ്. ശരിക്കും നിങ്ങളെ വണ്ടിയുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കണ്ടെങ്കിൽ ഇതുപോലുള്ള യാത്ര ചെയ്യുന്നത് നല്ലതാണ്. വടകരയിൽ നിന്ന് 14 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് മാഹിയിലെത്തിയത്. മാഹിയിൽ പെട്രോളിന് പൈസ കുറവായതുകൊണ്ട് തന്നെ മാഹിയിൽ വെച്ചായിരുന്നു നമ്മൾ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചത്. 1 ലിറ്ററിന് 10 മുതൽ 13 രൂപയാണ് ലാഭം കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുമ്പോൾ 300-400 രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. മാഹിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഇനി കർണാടക എത്തിയാൽ മാത്രം വണ്ടിയിൽ അടുത്ത ഫുൾ ടാങ്ക് അടിച്ചാൽ മതി. കർണാടകയിൽ കേരളത്തിനെക്കാളും 2 രൂപയോളം പൈസ കുറവാണ്. ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റോഡ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാറുള്ളത്. ഈ ഒരു കാൽക്കുലേഷന് ഞാൻ യൂസ് ചെയ്യുന്നത് NDTV ഫ്യൂവൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങളെ വണ്ടിയുടെ മൈലേജും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസും നിങ്ങൾ പെട്രോൾ അടിക്കേണ്ട സിറ്റിയും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം, എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. മാഹിയിൽ പെട്രോളിന് മാത്രമല്ല പൈസ കുറവ്, മദ്യത്തിനും പൈസ കുറവാണ്. അതുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുമ്പം റോഡിൻ്റെ ഇരുവശത്തായിട്ട് നമുക്ക് ധാരാളം വൈൻ ഷോപ്പുകൾ കാണാൻ കഴിയും. പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായ വളരെ ചെറിയൊരു ഡിസ്ട്രിക്റ്റാണ് മാഹി. കണ്ണൂരിനും കോഴിക്കോടിനും ഒരു ബോർഡർ ആയിട്ടാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മാഹി പാലം കഴിയുന്നതോടെ നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെത്തും. കൊച്ചിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 12 മണിക്കൂറായി. ഇത്രയും സമയം ഡിലേ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നില്ല. കണ്ണൂരിൽ എൻ്റെ വീട്ടിൽ പോയി താമസിച്ച് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ വീണ്ടും ഈ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ഏകദേശം 4 മണിയോടെയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ആദ്യം ചെയ്തത് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല ചൂട് ബിരിയാണി കഴിച്ച് അന്നത്തെ ദിവസം അവിടെ റെസ്റ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ രാവിലെ 4 മണിയോടെ നമ്മൾ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂരിൽ നിന്ന് ഉടുപ്പി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 190 കിലോമീറ്റർ ആണ്. ഏകദേശം 6 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വേണം നമ്മൾ ഉടുപ്പിയിലെത്താൻ. ഈ ഒരു സമയമായതുകൊണ്ടോന്ന് അറിയില്ല, റോഡിലൊക്കെ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. റോഡിൽ വാഹനം കുറവാണെങ്കിലും നമുക്ക് നല്ല സ്പീഡിലൊന്നും പോകാൻ കഴിയില്ല, കാരണം റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നേരം വെളുത്ത് വരുമ്പോഴേക്കും നമ്മൾ കാസർഗോഡ് എത്തിയിരുന്നു. കാസർഗോഡ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളാണ് ഓർമ്മ വരുന്നത്. കാസർഗോഡിലെ വ്യത്യസ്തമായ അമ്പലങ്ങൾ, പുതുമ തെയ്യക്കെട്ട് മഹോത്സവവും ബേക്കൽ ഫോർട്ടും ഒക്കെ അടങ്ങിയിരിക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഈ വഴിയായിരുന്നു നമ്മൾ യാത്ര ചെയ്തിരുന്നത്. മുന്നിൽ നമുക്ക് മാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാൻ കഴിയും. കാസർഗോഡ് കഴിഞ്ഞ് കർണാടക കയറുമ്പോൾ ആദ്യത്തെ സിറ്റിയാണ് മാംഗ്ലൂർ. മാംഗ്ലൂരിൽ നിന്ന് 1 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമ്മൾ ഉടുപ്പിയിലെത്താൻ. ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് സുഖമായിട്ടുള്ള യാത്രയാണ്. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഫ്രണ്ടിൽ ഇതുപോലത്തെ റോഡും പ്രത്യക്ഷപ്പെടുന്നത്. കുണ്ടും കുഴിയും വെള്ളക്കെട്ടുകളും റോഡുകളില്ലാത്ത നാഷണൽ ഹൈവേയും ഒക്കെ ക്രോസ് ചെയ്ത് നമ്മൾ പതിയെ കർണാടക സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഈ ഒരു ടോൾ ബൂത്ത് കഴിയുന്നതോടെ നമ്മൾ കർണാടക സ്റ്റേറ്റിലാണ്. ഇനി അങ്ങോട്ട് ധാരാളം ടോളുകൾ കൊടുക്കേണ്ടി വരും. കർണാടകത്തിലെ റോഡുകൾ എങ്ങനെയാണെന്നറിയില്ല, അതിശക്തമായ മഴയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. നേത്രാവതി പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണുമ്പോൾ പേടിയാവും, അത്ര ശക്തിയായിട്ടാണ് വെള്ളം ഒഴുകുന്നത്. മാംഗ്ലൂർ സിറ്റി ഒന്നും തൽക്കാലം നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹൈവേ വിട്ട് നമ്മൾ എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും NH66 എന്ന് പറയുന്ന ഈ ഒരു ഹൈവേ നമ്മൾ കയറിയത് ഗുരുവായൂരിൽ. ഈ ഒരു യാത്രയുടെ ഒരു 50-60% നമ്മൾ ഈ ഒരു ഹൈവേ വഴി തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വലിയ ഏരിയയാണ് മാംഗ്ലൂർ പോർട്ട്. ഇവിടുന്ന് ഏകദേശം 3/4 മണിക്കൂറോളം ഉണ്ട് ഇനി ഉടുപ്പിയിലേക്കുള്ള ദൂരം. എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉടുപ്പിയിലെത്തി.
ഉടുപ്പിയിൽ നമ്മൾ താമസിക്കുന്നത് ഇൻകം ടാക്സിന്റെ ഗസ്റ്റ് ഹൗസിലാണ്. 3 ദിവസത്തേക്കാണ് നമ്മൾ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെർ ഡേ 500 rupees ആണ്. നല്ല വിശാലമായ 2 bedroom റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വേഗം റൂമിൽ പോയി ലഗേജ് ഒക്കെ വെച്ച് അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് കൊല്ലൂർ മൂകാംബികയിലേക്കാണ്. ഉടുപ്പിയിൽ നിന്ന് 75 കിലോമീറ്റർ ആണ് മൂകാംബികയിലേക്കുള്ള ദൂരം. ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമ്മൾ മൂകാംബികയിൽ എത്തുന്നത്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഗണേഷ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലിൽ വണ്ടി നിർത്തി. ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് മൂകാംബികയിലുള്ള യാത്ര തുടരണം. ആ ഒരു എപ്പിസോഡ് അടുത്ത ആഴ്ച കാണാം. മൂകാംബികയും കൊടജാദ്രിയും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന എപ്പിസോഡ് 2 വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.